Unit 6 Service Delivery. In a service organization, you are not the customer. You had better the serving someone who is. സർവീസ് ഓർഗനൈസേഷനിൽ നിങ്ങൾ കസ്റ്റമർ അല്ല, നിങ്ങൾ സെർവ് ചെയ്യുന്ന ആൾക്കാരാണ്. പീപ്പിൾ, ഫ്രണ്ട്ലൈൻ എംപ്ലോയീസ് ആൻഡ് ദോ സപ്പോർട്ടിംഗ് ദം ബിഹൈൻഡ് ദ സീൻസ് ആർ ദ ക്രിട്ടിക്കൽ സക്സസ് ഓഫ് ദ സർവീസ് ഓർഗനൈസേഷൻ. സർവീസ് ഓർഗനൈസേഷൻ്റെ ക്രിട്ടിക്കൽ സക്സസ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രണ്ട് ലൈൻ എംപ്ലോയീസ് ആണ്. അവരെ സപ്പോർട്ട് ചെയ്തിട്ട് ബിഹൈൻഡിൽ എന്തുണ്ടായിരിക്കും? അവരെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാഫ് ഉണ്ടായിരിക്കും. പക്ഷേ ഫ്രണ്ട് ലൈൻ എംപ്ലോയീസ് ആണ് ക്രിട്ടിക്കലായിട്ടുള്ള സർവീസ് ഓർഗനൈസേഷൻ്റെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ദ ഇമ്പോർട്ടൻസ് ഓഫ് പീപ്പിൾ ഇൻ ദ മാർക്കറ്റിംഗ് സർവീസ് ക്യാപ്ചേർഡ് പീപ്പിൾ എലമെൻറ്റ് ഓഫ് ദ സർവീസ് മാർക്കറ്റിംഗ് മിക്സ്. അതായത് സർവീസ് മാർക്കറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ പീപ്പിളാണ്. അപ്പോൾ പീപ്പിളാണ് സർവീസ് ഡെലിവർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ ബിഹേവിയർ ആ സർവീസിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓൾ ഹ്യൂമൻ ആക്ടേഴ്സ് ഹൂ പ്ലേ എ പാർട്ട് ഓഫ് സർവീസ് ഡെലിവറി ദസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ എസ് പെർസെപ്ഷൻ. എല്ലാ ആക്ടേഴ്സും ഹ്യൂമൻ ആക്ടേഴ്സും പ്ലേ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ സർവീസ് ഡെലിവറി. സർവീസ് ഡെലിവറിയുടെ ഇമ്പോർട്ടൻറ്റ് പാർട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. അത് ബയേഴ്സിൻ്റെ പെർസെപ്ഷൻ അനുസരിച്ച് ഇൻഫ്ലുവൻസ് ചെയ്യും. ബയേഴ്സ് എന്താണോ പെർസെപ്ഷൻ ചെയ്യുന്നത്, അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് ഇവരെങ്ങനെയാണോ സർവീസ് കൊടുക്കുന്നത്, അതനുസരിച്ചാണ് സർവീസ് ഓർഗനൈസേഷൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്, സർവീസ് ഓർഗനൈസേഷന് സർവീസിൻ്റെ ബെനിഫിറ്റ് വരുന്നത്. ദിസ് ചാപ്റ്റർ ഫോക്കസ് ഓൺ സർവീസ് എംപ്ലോയീസ്. ഇവിടെ മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത് സർവീസ് എംപ്ലോയീസ് ആണ്. എംപ്ലോയീസിലൂടെയാണ് സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ദേ ആർ സർവീസ്, അവർ തന്നെയാണ് സർവീസ്. ദേ ആർ ഓർഗനൈസേഷൻ ഇൻ ദ കസ്റ്റമേഴ്സായി. ആ സ്ഥാപനമാണ് കസ്റ്റമേഴ്സിൻ്റെ കണ്ണിലെ സർവീസ് എന്ന് പറയുന്നത്. ദേ ആർ ബ്രാൻഡ്, അവർ തന്നെയാണ് ബ്രാൻഡ്. ദേ ആർ മാർക്കറ്റേഴ്സ്, അവർ തന്നെയാണ് മാർക്കറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇൻ മെനി കേസസ് കോൺടാക്ട് എംപ്ലോയീസ് ഇൻ ദ സർവീസ് ദർ ആർ നത്തിങ് എൽസ്. ഫോർ എക്സാമ്പിൾ, ഇൻ മോസ്റ്റ് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ സർവീസ് ഓർഗനൈസേഷനിൽ മെയിനായിട്ട് വരുന്ന പേഴ്സണലായിട്ടുള്ള സർവീസും അതുപോലെ തന്നെ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അതുപോലെ തന്നെ പേഴ്സണൽ സ്കില്ലുള്ള ആൾക്കാരുണ്ടായിരിക്കും. ഹെയർ കട്ടിങ്, ഫിസിക്കൽ ട്രെയിനേഴ്സ്, ചൈൽഡ് കെയർ, മെയിൻ്റനൻസ്, ഹെൽത്ത് സർവീസ്, കൗൺസിലിംഗ്, ലീഗൽ. അതിൽ ചിലതൊക്കെ എന്താണ് പ്രൊഫഷണൽ ക്വാളിറ്റീസ് വേണ്ട ഫാക്ടേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള ചില കാറ്റഗറിയിൽ. അതല്ലാതെ പ്രത്യേകിച്ച് സ്കില്ല് കൊണ്ട് മാത്രം ചെയ്യുന്നതുമുണ്ട്. അവിടെ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് പേഴ്സണലായിട്ടുള്ള ഒരു സർവീസാണ് അവിടെ വരുന്നത്. ദ കോൺടാക്ട് എംപ്ലോയീസ് പ്രൊവൈഡ്സ് എൻ്റെ സർവീസ് സിംഗിൾ ഹാൻഡഡ്ലി. കോൺടാക്ട് എംപ്ലോയീസ് ആണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദ ഓഫറിംഗ് ഈസ് ആൻ എംപ്ലോയി. ആ ഓഫറിംഗ് ചെയ്യുന്നത് ആരാണ്? എംപ്ലോയീസ് ആണ്. ഇൻവെസ്റ്റിംഗ് ഇൻ ദ എംപ്ലോയീസ് ടു ഇംപ്രൂവ് ദ സർവീസ് പാരലൽ മേക്ക് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇംപ്രൂവ് ദ മാനുഫാക്ചറിങ് പ്രൊഡക്റ്റ്. മാനുഫാക്ചറിങ് പ്രൊഡക്റ്റിലാണ് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണമെങ്കിൽ ഇവിടെ നമ്മൾ സർവീസിൽ എംപ്ലോയീസിലാണ് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടത്. അതായത് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടത് എംപ്ലോയീസാണ്. അപ്പോൾ അവരെങ്ങനെയാണോ ട്രെയിനിങ് കാര്യങ്ങൾ അവർക്ക് കിട്ടിയിട്ടുള്ളത് അതിനനുസരിച്ചാണ് അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ബയേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഈവൺ ഇഫ് ദ കോൺടാക്ട് എംപ്ലോയീസ് ഡസ് നോട്ട് പെർഫോം സർവീസ് എൻറ്റയർലി ഹി ഓർ ഷീ മേ സ്റ്റിൽ പേഴ്സണിഫൈ ദ ഫേംസ് കസ്റ്റമേഴ്സായി. അതായത് ഇൻഡിവിജ്വലായിട്ടല്ല അവർ ചെയ്യുക. ഫ്രണ്ട് ലൈൻ എംപ്ലോയീസാണ്. അവർ വരുമ്പോൾ പേഷ്യൻസോ അല്ലെങ്കിൽ ആൾക്കാർ വരുമ്പോൾ റിസപ്ഷനിസ്റ്റാണ് സ്വീകരിക്കുന്നതെങ്കിൽ റിസപ്ഷനിസ്റ്റ് അല്ല അവിടെ ചെയ്യുന്നത്, അതിൻ്റെ ബിഹൈൻഡ് ദ സീനാണ് ചെയ്യുന്നത്. പക്ഷേ ഫ്രണ്ട് ലൈൻ എംപ്ലോയീസ് എങ്ങനെയാണ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് ബിഹൈൻഡ് സീൻ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. കോൺടാക്ട് എംപ്ലോയീസ് പ്രസൻറ്റ് ദ ഓർഗനൈസേഷൻ ആൻഡ് ക്യാൻ ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ദ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ദേ പെർഫോം റോൾ ഓഫ് മാർക്കറ്റേഴ്സ്. അതായത് ഈ കോൺടാക്ട് എംപ്ലോയീസ് ആണ് കസ്റ്റമേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അവരാണ് മാർക്കറ്റേഴ്സിൻ്റെ റോള് പെർഫോം ചെയ്യുന്നത്. അത് ഫിസിക്കലി എംബോഡി ദ പ്രൊഡക്റ്റ് ആർ വർക്കിംഗ് ബിൽ ബോർഡ്സ് ആർ പ്രൊഫഷണൽ സ്റ്റാൻഡ് പോയിൻറ്റ്. പിന്നെ ബിൽ ബോർഡ് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊഫഷണൽ സ്റ്റാൻഡ് പോയിൻറ്റ്സ് കൊടുക്കുന്നുണ്ട്. ഇനി സർവീസ് മാർക്കറ്റിംഗ് ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിൾ ആയിട്ടാണ് സർവീസ് മാർക്കറ്റിംഗ് പറയുന്നത്. എക്സ്റ്റേണൽ മാർക്കറ്റിംഗ്, അത് കമ്പനീസ് മേ പ്രോമിസ് അഡ്വർടൈസ്മെൻറ്റ്, സെയിൽസ് പ്രൊമോഷൻ, പ്രൈസിങ് അതൊക്കെ ചെയ്യുന്നു. എംപ്ലോയീസ് ഡെക്കർ ഫെസിലിറ്റീസ് ഡിസൈൻ, എംപ്ലോയീസ് ആണ് അതൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു റീറ്റെയിൽ ഷോപ്പിലാണെങ്കിൽ അവിടെ അറേഞ്ച് ചെയ്ത് വെക്കുക, അതൊക്കെ എന്താണ് ഒരു സെയിൽസ് പ്രൊമോഷൻ തന്നെയാണ്, ഒരു സെയിൽസിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഇൻട്രാക്റ്റീവ് മാർക്കറ്റിംഗ്, സംടൈം പ്രോമിസസ് ആർ ഡെലിവേർഡ് ത്രൂ ടെക്നോളജി ഓൾസോ, ടെക്നോളജിയിൽ കൂടെ ചെയ്യുന്നുണ്ട്. ഇൻറ്റേർണൽ മാർക്കറ്റ് പ്രൊവൈഡേഴ്സ് ഷുഡ് ബി ട്രെയിൻഡ് വെൽ റിവാർഡഡ് ഫോർ ഗുഡ് സർവീസ്. ഇൻറ്റേർണൽ മാർക്കറ്റിങ്ങിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് വരുന്ന സർവീസ് ഡെലിവറിയിൽ. സർവീസ് ഡെലിവറിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എംപ്ലോയീസ് ആണ് സർവീസ് ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുന്ന പോലെ ഇവിടെ നമ്മൾ വരുത്തേണ്ടത് സർവീസിലാണ് ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ.